ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വടുകപ്പുളി അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ നാരങ്ങ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ കൂടുതലും യെല്ലോ കളറിലുള്ള നാരങ്ങ തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ തൊലിയൊന്നും കളയാതെ രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല നാരങ്ങയ്ക്ക്. ഇനി നമുക്ക് അച്ചാറിടുന്നതിനായി ആ ഒരു വലുപ്പത്തിൽ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ചെറുതായി. ഇപ്പോൾ മഞ്ഞ നിറമുള്ള നാരങ്ങ തന്നെ എടുക്കണം എന്ന് പറയുന്നതിനുള്ള കാരണം അല്ലെങ്കിൽ ഭയങ്കര പുളിപ്പായിരിക്കും കേട്ടോ നമ്മൾ അച്ചാറിട്ട് കഴിയുമ്പോൾ. അപ്പോൾ എപ്പോഴും ഇത് തന്നെയാണ് നല്ലത്. ഇനി 1 സ്പൂൺ ഉപ്പും കൂടി തിരുമ്മി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ഇനിയിപ്പോൾ അച്ചാറിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ നല്ലെണ്ണ തന്നെ അച്ചാറിടാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചള്ളായി പോകും. അപ്പോൾ ഞാൻ ഇവിടെ സ്വർണ്ണം നല്ലെണ്ണയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി 4-5 സ്പൂൺ എണ്ണ ഊറ്റി കടുക് പൊട്ടിച്ച് അതിലേക്ക് ചെറുതായി നീളത്തിലരിഞ്ഞ് ഇഞ്ചി ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും ഞാൻ വെളുത്തുള്ളി, അത്യാവശ്യം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അച്ചാറിനൊക്കെ അറിയാമല്ലോ നിങ്ങൾക്കെല്ലാം. നന്നായിട്ട് തന്നെ വെളുത്തുള്ളി വേണം. ഇനി ഈ വെളുത്തുള്ളി എല്ലാം നല്ല ഒരു ബ്രൗൺ നിറത്തിലാവുന്നതായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ. വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് ഒരു ബ്രൗൺ നിറം ആയതിനു ശേഷം നമുക്ക് 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ എല്ലാം കൂടെ ഈ ഒരു നിറത്തിലായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കായപ്പൊടിയും കൂടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉലുവാപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ. ഞാനിവിടെ 1 സ്പൂൺ ഉലുവാപ്പൊടി ആട്ടോ എടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ശേഷം നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുന്ന നാരങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയാണേ. അപ്പോൾ ഇത് ഇരിക്കുന്തോറുമാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. നാരങ്ങ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു കമർപ്പ് ഉണ്ടാവും കേട്ടോ. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 സ്പൂൺ ശർക്കരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ 2 ഡേയ്സ് ഒക്കെ കഴിയുമ്പോൾ ഇത് ടേസ്റ്റ് തന്നെ വേറെ ലെവലാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.